ശനിയാഴ്ച മോനിവിടെ അവധിയാണ്, ഞായറാഴ്ചയും. അപ്പോൾ അവൻ പറഞ്ഞ് നമുക്ക് ഇന്ന് പുതിയൊരു സ്ഥലത്തേക്ക് പോകാം. അതായത് ഒരു വളരെ പ്രശസ്തമായ ഒരു ബീച്ചുണ്ട് ഇവിടുന്ന് ഏതാണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഹിൽസ്ബറോയിൽ നിന്ന് ഏതാണ്ട് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു 83 മൈൽസ് വരും. അത് 1.5 മണിക്കൂർ ഉള്ള യാത്രയാണ്. അത് നല്ല റോഡ്, വിശാലമായ റോഡ്. ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇത് ആ ബീച്ച് കാനൻ ബീച്ച് എന്നറിയപ്പെടുന്ന ഒരു ബീച്ചാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബീച്ചിൽ എന്തോ ഇത്ര വലിയ കാര്യം, നമ്മളവിടെ ഒരുപാട് ബീച്ചുകൾ കാണാറുണ്ട്, അപ്പോൾ ഇത് വലിയ കാര്യമൊന്നുമല്ല. ലോകത്ത് ഒരുപാട് ബീച്ചുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെ ലോകത്ത് തന്നെ നമ്പർ 2 ആയിട്ട് നിൽക്കുന്ന ഒരു ബീച്ചുണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്ക് ആൻഡമാൻ നിക്കോബാറിലാണ്. അത് കാണാനിടയായിട്ടുണ്ട്. വളരെ എക്സംപ്ലറി എന്ന് വെച്ചാൽ അത്ര നീറ്റാണ് ആ ബീച്ച്. നല്ല പളുങ്ക് പോലെ കിടക്കുന്ന മണൽ, ആ മണൽ ഇങ്ങനെ കിടക്കുക, നല്ല വൈറ്റ് സാൻഡ് എന്ന് പറഞ്ഞാൽ തൂവെള്ളയാണ്, ഒരഴുക്കം കാണാൻ കിട്ടത്തില്ല. അതിനടുത്ത് ഒരു മരങ്ങൾ ധാരാളം അതിൻ്റെ കുറച്ച് പുറകോട്ട് മാറി നിൽപ്പുണ്ട്. അതിൽ ആ ബീച്ച് എന്ന് പറയുന്നത് അത്ര ക്ലീൻ, നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് അവർ വെക്കുന്നത്. അവിടെ വേസ്റ്റൊന്നും ഇടാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ ആൻഡമാൻ നിക്കോബാറിലെ ആ ബീച്ച് കാണാനിടയായിട്ടുണ്ട്. ആ ബീച്ചിൻ്റെ പേര് ഞാനങ്ങ് മറന്നു കേട്ടോ. അത് ഏതായാലും വളരെ വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു. അത് പണ്ടൊരിക്കൽ പോയി കണ്ടതാണ്. പിന്നെ അപ്പോൾ ഞാൻ ആലോചിച്ചു, ആ ബീച്ചിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ബീച്ചുകളൊക്കെ കാണാമായിരിക്കാം ഇത് എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് രാവിലെ യാത്ര തിരിച്ചു. ഈ പോകുന്ന റോഡുകളെന്ന് പറയുന്നതുണ്ടല്ലോ, നല്ല നല്ല സ്റ്റൈലൻ റോഡുകളാണ്. നല്ല വീതിയുള്ള 6 വരി പാതയിലൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൺ സൈഡ് മാത്രം 3 വരി ഉണ്ട്, അപ്പുറം തിരിച്ചുള്ള സൈഡിലും 3 വരി, അങ്ങനെ 6 വരി പാതയിലൂടെ ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. ഓരോ സ്ഥലങ്ങളിലും ആ സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മോൻ്റെ ഈ വണ്ടിയിലെ ഓട്ടോമാറ്റിക് ആ സിസ്റ്റം ഉള്ളതുകൊണ്ട് ആ പോണ്ട, അതായത് അവിടുത്തെ സ്പീഡിൻ്റെ കിലോമീറ്റർ അതിൽ തന്നെ കാണിക്കുക, എത്ര സ്പീഡ് ലിമിറ്റ് ഇത്ര ആണെന്ന്. അവിടെ ഒരു അലവൻസ് ഉണ്ട് കേട്ടോ. അതായത് സ്പീഡ് ലിമിറ്റ് കൂടിക്കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. ഇതുപോലല്ല, അവർ മാറിക്കിടക്കും. അവരത് നോക്കിയിട്ട് ആ സ്പീഡ് വെച്ച് മനസ്സിലാക്കിയിട്ട് കഴിക്കും. ഒരു ശകലം സ്പീഡ് കൂടിപ്പോയാൽ, ശകലം എന്ന് വെച്ചാൽ ഒരു 10% അലവൻസ് ഉണ്ട്. ഇപ്പം 55 കിലോമീറ്റർ 55 മൈൽ സ്പീഡാണ് അവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അതിൽ ഒരു 60 മൈൽ സ്പീഡിലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതിൽ കൂടിക്കഴിഞ്ഞാൽ $200 എഴുതി കൈ കൊടുക്കും, ഫൈൻ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. $200 എന്ന് പറയുമ്പോൾ രൂപ എത്രയെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അത് അങ്ങനെ അതിനെ ആരും തയ്യാറാവത്തില്ല. അപ്പം മാത്രമല്ല, അവർ ആ ലൈനിലൂടെയൊക്കെ കറക്റ്റായിട്ടേ പോവുള്ളൂ. ആരും ഒരു ട്രാഫിക് നിയമവും ലംഘിക്കുന്നത് നമുക്കിവിടെ കാണാൻ കിട്ടത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? വളരെ കഠിനമായ ഫൈനാണ്. അപ്പോൾ ഒരാഴ്ച ജോലി ചെയ്യുന്ന കാശം കൊടുക്കേണ്ടതായിട്ട് വരും ഈ ഫൈൻ റോഡിൽ അടിച്ചു കഴിഞ്ഞാൽ. അത് ആ പ്രശ്നമുണ്ട്. അത് കാരണം അവർ ഒന്നും ചെയ്യും. അതുപോലെ തന്നെ തോന്നിവാസം പോലെ പാർക്ക് ചെയ്താൽ, അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്ക് ഒരിടത്ത് വന്നപ്പം വണ്ടി ഇടാൻ സ്ഥലമില്ല. അപ്പോൾ നമുക്ക് ആ റോഡ് സൈഡിലങ്ങ് കൊണ്ടിട്ട് അവിടെ വേറെ വണ്ടികൾ കിടപ്പുണ്ട്. അന്നേരം അവൻ നോക്കിയിട്ട് പറഞ്ഞു, ചിലപ്പോൾ അത് സേഫ് ആയിരിക്കത്തില്ല, കാരണം ഇത് ടോ ചെയ്യാനിടയായാൽ വലിയ പ്രശ്നമാണെന്ന്. സംഭവം തോന്നിയറിയാവോ? പോലീസ് വന്ന് ഇത് കെട്ടി വലിച്ച് നേരെ അങ്ങ് കൊണ്ടുപോകും. പിന്നെ അത് വണ്ടി കിട്ടാൻ പ്രയാസമാണ്. അവൻ പറഞ്ഞു ഒരുപാട് മെനക്കേടാണെന്ന്. അപ്പോൾ കഴിയുന്നതും ഇവിടെ ആരും അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ റോഡ് സൈഡിൽ, ഹൈവേയുടെ സൈഡിലെങ്കിലും വണ്ടി നിർത്തുന്ന പ്രശ്നമേ ഇല്ല. ചില ഫോട്ടോ എടുക്കാനായിട്ടാണെങ്കിൽ നല്ല സാധനങ്ങൾ നമ്മൾ ഒരുപാട് റോഡിൽ കണ്ടു, പക്ഷേ എടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം വണ്ടി ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊന്ന് പുൾ ഓവർ ചെയ്ത് അവിടെ നിർത്തുക എന്ന് പറയുന്നത് പോസിബിളല്ല, വണ്ടി നിർത്തത്തില്ല കേട്ടോ. അങ്ങനെയാണ്, നിർത്താൻ പറ്റിയല്ല. ആ രീതിയിലാണ് ഇവിടുത്തെ ആ ട്രാഫിക് സംവിധാനമൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ ഈ റോഡിലൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പോയി ഞങ്ങൾ നേരെ അതായത് ഈ കാനൻ ബീച്ചിലേക്ക് ഉള്ള ആ റോഡിലൂടെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ കാണലെന്ന് പറഞ്ഞാൽ ഇരുവശത്തും, റോഡിൻ്റെ ഇരുവശത്ത് ആദ്യം നല്ല ഇടതൂറുന്ന മരങ്ങൾ, പൈൻ മരങ്ങളും അല്ലാത്ത മരങ്ങളും. ആ മരങ്ങളിലെ ഒരുപാട് ഇല, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ പീരീഡ് ഓട്ടം ആയതോടുകൂടി അതിൽ ഒരുപാട് മരങ്ങളുടെ ഇലകളും മഞ്ഞയായിട്ടുണ്ട്. ചില മരങ്ങളുടെ ഇടയ്ക്ക് അത് ചുവപ്പും അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ മഞ്ഞയും ചുവപ്പും ഇടകലർന്ന വളരെ വലിയൊരു അനുഭൂതിയായിരിക്കും നമ്മൾ കാണുന്നത്. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന ഇരുവശത്ത് ഇതങ്ങോട്ട് കഴിഞ്ഞു,
കുറേ മരങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിരന്ന പ്രദേശങ്ങളാണ് രണ്ട് വശത്തും. നിരന്ന പ്രദേശങ്ങൾ പറഞ്ഞാൽ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ 100 കണക്കിന് ഏക്കർ സ്ഥലത്ത് ഗോതമ്പ് പാടങ്ങളാണ്, ഏറ്റവും കൂടുതൽ ഗോതമ്പ് പാടങ്ങൾ. അതിൽ ഗോതമ്പ് വിളഞ്ഞു കിടക്കുന്ന നല്ല ഗോൾഡൻ കളറിലുള്ള പാടങ്ങൾ ഒരുപാടെണ്ണം. കുറേ ഭാഗങ്ങൾ അത് ഹാർവസ്റ്റിങ് കഴിഞ്ഞു, അതായത് കൊയ്ത് കഴിഞ്ഞു. അതിൻ്റെ ചെറിയ കുറ്റി മാത്രം ഈ ഗോതമ്പേടിയുടെ നിൽക്കുന്ന പാടങ്ങൾ. പിന്നെ അത് കൂടാതെ കേട്ടോ ഈ നമുക്ക് ചോളപ്പാടങ്ങൾ. ചോളമൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ 100 കണക്കിന് ഏക്കറിലാണ് ഇതുപോലെ വളരെ നല്ല ശാസ്ത്രീയമായ രീതിയിൽ ഇങ്ങനെ കൃഷി ചെയ്ത് കിടക്കുന്ന ആ ചോളപ്പാടങ്ങൾ. ഇതുമെല്ലാം പിന്നിട്ട് ഞങ്ങളിങ്ങനെ പോയി. അപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് വരുന്നുണ്ടേ ഇരുവശത്തും നല്ല സ്റ്റൈലനായിട്ട് മരങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, നല്ല ഇടതൂർന്ന് നിൽക്കുക മരങ്ങൾ. ഇതൊന്നും ആരും പ്ലാന്റ് ചെയ്തതൊന്നുമല്ല, നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഇത് പല സ്ഥലങ്ങളും ഉണ്ടല്ലോ ഫോറസ്റ്റ് ഏരിയയുമാണ്. പക്ഷേ ആ ഫോറസ്റ്റിലൂടെയൊക്കെ ഇതേപോലെ നല്ല സഞ്ചാരയോഗ്യമായ ഒന്നാം തരം റോഡുകളുണ്ട്. ഇവിടെ ഫോറസ്റ്റിനകത്തൂടെ ഈ റോഡ് നിർമ്മിക്കുന്നതിന് ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, ഇവർ ടൂറിസം വളരെ അനന്ത സാധ്യതകൾ ടൂറിസത്തിൻ്റെ കണ്ടറിഞ്ഞതാണ്. ഇപ്പോൾ ഈ ബീച്ചിലേക്ക് എന്തിനാ ഈ ബീച്ചിലേക്ക് ഇത്രയും ആളുകൾ പോകുന്നത് നോക്കിയപ്പോൾ അങ്ങോട്ട് ചെല്ലും തോറും അടുക്കും തോറും ട്രാഫിക്കിൻ്റെ കാഠിന്യം കൂടി വന്നു. അപ്പോൾ ശനിയാഴ്ചയാണ്, സാറ്റർഡേ എന്ന് പറയുന്നത് ഇവിടെ അവധിയാണ്. അവധി ദിവസം ഇവർക്ക് അങ്ങ് ആഘോഷമാണ് കേട്ടോ. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ഈ ആഘോഷം തുടങ്ങും. അത് ശനിയാഴ്ച വൈകുന്നേരം, ഞായറാഴ്ച വൈകുന്നേരം വരെ നീണ്ടു നിൽക്കും. ഞായറാഴ്ച വൈകുന്നേരം ആയാൽ ഒരുമാതിരി ഡിപ്രഷൻ അടിച്ച മൂടാണ് ഇവർക്കൊക്കെ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ, തിങ്കളാഴ്ച രാവിലെ ജോലി തുടങ്ങണം. അപ്പോൾ ഈ 2.5 ദിവസം എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ര സ്റ്റൈലായിട്ടാണ് അവർ. കാരണം എല്ലാവരും ആരും വീട്ടിൽ ഇരിക്കത്തില്ല, വീട്ടിൽ ഇരുന്നുള്ള ആഘോഷങ്ങളൊന്നുമില്ല. ഇത് അങ്ങ് റോഡിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്, ഓരോ സ്ഥലങ്ങളിലേക്ക് ഇതുപോലെ പോവുകയാണ്. ഇവിടെ അത് ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ് വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ഞായറാഴ്ച വൈകുന്നേരം വരെ. ഞായറാഴ്ച രാത്രിയാകുമ്പോൾ എല്ലാവരും തിരിച്ചിങ്ങി വീട്ടിൽ കൂടണയും. അതിനുശേഷം പിന്നെ ആ ഒരാഴ്ച അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം ആകുന്നത് വരെയുള്ള ജോലിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി, വിശാലമായ ഗോതമ്പ് പാടങ്ങൾ അത് കടന്നിങ്ങനെ പോയി, അതേപോലെ തന്നെ ചോളപ്പാടങ്ങൾ അതും കടന്നുപോയി. നേരെ ഞങ്ങൾ അവസാനം ഈ ബീച്ചിലേക്ക് തിരിയുന്ന ആ റോഡിലെത്തി. അങ്ങനെ അതിലേക്ക് ആ റോഡിൽ കയറി. അതൊക്കെ ആ റോഡൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ 2 വരി പാതകൾ മാത്രമേ ഉള്ളൂ. അതായത് നടുക്ക് വരയിട്ടിട്ടുണ്ട്. ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യെല്ലോ ലൈൻ കട്ട് ചെയ്ത നമ്മുടെ ഭാഗത്തുള്ളിടത്ത് വേണമെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പാസ് ചെയ്ത് പോവാം. ഇല്ലെങ്കിൽ അത് അനങ്ങാൻ പറ്റത്തില്ല. ആ രീതിയിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പോയി നേരെ ഞങ്ങൾ ഈ ബീച്ച് സൈഡിലേക്ക് ചെല്ലുകയാണ്. ചെന്നപ്പോൾ എന്താ കാണുന്നത്, വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലമില്ല. അതുപോലെ എല്ലാ പാർക്കിംഗ് ലോട്ടുകളും നിറഞ്ഞു കിടക്കുകയാണ്. പിന്നെ അപ്പോൾ ഞങ്ങളിങ്ങനെ കറങ്ങി നടന്നു. കാറുമായിട്ട് ഇത് എവിടെയെങ്കിലും വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണ്ടേ. അതിനവസാനം ഒരു മാർഗം കണ്ടുപിടിച്ചു.